അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഒരു ഹദീസിൽ ഇങ്ങനെ വരുന്നു: ഒരാൾ നിസ്കാരം ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു 5 തരത്തിൽ അയാളെ ആദരിക്കുന്നതാണ്, ബഹുമാനിക്കുന്നതാണ്. ഒന്ന്, ജീവിത പ്രയാസത്തെ അള്ളാഹു അവനിൽ നിന്ന് ഉയർത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ നിസ്കരിക്കുന്നവനൊക്കെ സമ്പന്നനാകും, കോടീശ്വരനാകും എന്നൊന്നും അതിൽ അർത്ഥമില്ല കേട്ടോ. കാരണം ഒരാൾ നിസ്കരിക്കുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കുന്നു എന്നാണ്. അള്ളാഹിൻ്റെ കൽപ്പന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു തൻ്റെ കൽപ്പന അംഗീകരിക്കുന്ന ദാസനെ അള്ളാഹു സ്നേഹിക്കും. ഈ അള്ളാഹു സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? അവന് ഞെരുക്കവും പ്രയാസങ്ങളും ഉണ്ടാവുക. അല്ലാതെ ഏറ്റവും നല്ല ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കും എന്ന് പറയുമ്പോൾ അവനിങ്ങനെ കൊട്ടാരത്തിൽ താമസിക്കാൻ കഴിയും, AC കാറുണ്ടാവും. അങ്ങനെ ലക്ഷറി ജീവിതമല്ല ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനം വാമിത്തിനി മിസ്കീനം വഹ്ശുർനി ഫി സുംറത്തിൽ മസാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്കീനാകാം, അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം ഇങ്ങനെ തട്ടിമുട്ടിയിട്ട് വലിയ പ്രയാസമില്ലാതെ, വലിയ കടവും ബാധ്യതയും ഞെരുക്കവും കച്ചറയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന അർത്ഥം. അതാണ് ദുനിയാവെന്ന് പ്രതീക്ഷിക്കാവുന്നത്. രണ്ടാമത് പറയുന്ന ഖബർ ശിക്ഷയെ അവനിൽ നിന്ന് മാറ്റും. അതാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം ദുനിയാവിൽ നമ്മൾ ഇത്ര കാലം ജീവിച്ചാലും അതിന് ഇത്ര വർഷമെന്നോ അല്ലെങ്കിൽ ഇത്ര ദിവസമെന്നോ ഇത്ര മാസം എന്നൊക്കെ കാലാവധി പറയാൻ പറ്റും. കൂടിയാൽ നമുക്ക് ഒരാൾ ചോദിക്കുകയെന്ന് ഇത്ര കാലം ഒരു മനുഷ്യൻ ജീവിക്കുമെന്ന് വെച്ചാൽ 100 വർഷം മാക്സിമം, അല്ലെ 110. കൂടി തന്നെ ഒരാൾ വേണമെങ്കിൽ ഒരു 10 നമ്മളെ വകയിൽ കൂട്ടിക്കൊടുക്കും, 120. അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. അപ്പം ഈ ഖബർ ശിക്ഷ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഈ ദുനിയാവിലെ ജീവിതശേഷം ഖബർ മുതൽ തുടങ്ങുന്നത് അബദ എന്നാണ് അറബിയിൽ പറയുക, അല്ലെ ഖാലിദീന ഫീഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനമില്ല. ഇത്ര കാലം നമുക്ക് പ്രവചിക്കാൻ പറ്റൂല. അപ്പം ഖബറിലത്തെ അവസാനം എപ്പോഴാ? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിലൂതുന്ന സമയമാണ്. അത് ഇന്നാണോ? നമുക്കറിയില്ല. നാളെയാണോ? അറിയില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ടാണോ? 100 കൊല്ലം കഴിഞ്ഞിട്ടാണോ? 1000 കൊല്ലം കഴിഞ്ഞിട്ടാണോ? നമുക്കാർക്കും അറിയില്ല. അപ്പം ഖബറിൽ അതുവരെ കിടക്കാനില്ല എന്ന് ഓരോ മനുഷ്യനും. അപ്പം അതിൻ്റെ ശിക്ഷ നീങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. പിന്നെ മൂന്നാമതായി പറയുന്ന അവൻ്റെ നന്മ തിന്മകളെ എഴുതിയ ഗ്രന്ഥം അല്ലാഹു തആല അവൻ്റെ വലത് കയ്യിൽ തന്നെ കൊടുക്കും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ആരുടെയെങ്കിലും വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കപ്പെട്ടാൽ
അവന് ലളിതമായ വിചാരണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫയൻകലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുന്ന പറയുന്നത്. അപ്പം ഈ വലത് കയ്യിൽ കിതാബ് തരിക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് വലിയ ഭാഗ്യമാണ്, വലത്തിൻ്റെ അഹിലുകാരായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വലത് കയ്യിൽ കിതാബ് കിട്ടുക എന്നത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കേണ്ട, ദുആ ചെയ്യേണ്ട, പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ഈ നിസ്കാരം കൃത്യമായി ശ്രദ്ധിച്ച് നിസ്കരിക്കുന്നയാൾക്ക് വലത്തെ കയ്യിൽ അവൻ്റെ നന്മകൾ തിന്മകൾ എഴുതിയ ഗ്രന്ഥം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവർക്ക് വളരെ സന്തോഷം ഉണ്ടാകും. പിന്നെ ഇത് വായിച്ചുകൊണ്ട് എന്താ പറയുക, ഈ നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഓരോരുത്തർ ഓരോ ഗിഫ്റ്റ് കൊടുത്താൽ, ഈ ഗെയിം കളിക്കുന്ന സാധനമൊക്കെ കൊടുത്താലുണ്ടല്ലോ, ഒരു സന്തോഷം കൊണ്ട് ചുറ്റിത്തിരിയൽ. അതേപോലെയാണ് ഈ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയ ആള് അത് വായിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമെന്ന് സൂറത്തുൽ ഹാക്കയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് എത്ര വായിച്ചാലും മതിയാവില്ല, ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണം, നോക്കടാ എൻ്റെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഈ രൂപത്തിൽ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടണമെങ്കിൽ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം. നാലാമത് പറയുന്നു, അവൻ മിന്നൽ വേഗത്തിൽ സിറാത്ത് കടന്നു പോകും. അഞ്ചാമത്തെ കാര്യം, ഹിസാബ് കൂടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതിലും വലിയ ഭാഗ്യം എന്താ മക്കളെ വേണ്ടത്? ഈ 5 കാര്യങ്ങളാണ് നിസ്കാരം കൃത്യമായി സൂക്ഷിച്ച് ജീവിക്കുന്നവന് കിട്ടാൻ പോകുന്നത്. അയ്യോ എനിക്ക് ഈ 5 കാര്യങ്ങളും വേണ്ട, ഞാൻ അതൊന്നും ഉപേക്ഷിച്ച് എനിക്കതൊന്നും ഇല്ലെങ്കിലും ഞാൻ ജീവിച്ച് പോകാം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ മറ്റൊരു കാര്യം കൂടി കേട്ടോ. നിസ്കാരത്തെക്കുറിച്ച് മടി കാണിക്കുന്നവന്, അലസത കാണിക്കുന്നവന് 15 തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടാകും. അതിൽ 5 ദുനിയാവിൽ വെച്ച് തന്നെയാണ്. 3 ശിക്ഷ മരണത്തിൻ്റെ സമയത്താണ്, 3 ശിക്ഷ ഖബറിൽ വെച്ചാണ്, 3 ശിക്ഷ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ട ശേഷവുമാണ്. ദുനിയാവിൽ നിന്ന് 5 ശിക്ഷയുണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നവന്. എന്തൊക്കെയാ കേട്ടോ? ഒന്നാമത്തേത്, അവൻ്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല. അവൻ്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്തെടുത്തു പോയി. എന്താ ഈ ബർക്കത്തെടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ പലർക്കും അതിനെ പറ്റിയ സംശയം ഉണ്ടാവും. നമുക്കറിയാം, നിസ്കാരം പോയിട്ട് ഇസ്ലാം വരെ സ്വീകരിക്കാത്ത എത്രയോ കോടീശ്വരന്മാരില്ലേ, സമ്പന്നന്മാരില്ലേ, പണക്കാരില്ലേ. ഇതൊക്കെ പിന്നെ എങ്ങനെ അവർക്കല്ലേ ബർക്കത്ത് എന്ന് തോന്നും. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നനാകുക എന്നതല്ല. ഈ സമ്പന്നനാകൽ ബർക്കത്തുമല്ല. കാരണം ഒരാൾ സമ്പന്നനായി എന്ന് വിചാരിച്ചോ, അയാൾക്ക് സാധാരണക്കാരനുമായിട്ട് എന്താ വ്യത്യാസം? അയാൾക്ക് 2 ഷർട്ട് ഇട്ടുകൊണ്ട് നടന്നാൽ ആൾക്കാർ പറയില്ലേ ഭ്രാന്താണെന്ന്? 3 നേരം ഭക്ഷണം കഴിക്കേണ്ടതിന് പകരം 5 നേരം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒരു കാറിൽ സഞ്ചരിക്കാൻ കഴിയുന്നതിന് പകരം അയാൾക്ക് ഒരേ സമയത്ത് 2 കാറിൽ സഞ്ചരിക്കാൻ പറ്റുമോ? ഇതല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് മനസ്സമാധാനം, ഐശ്വര്യം, സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണ് അതിലുദ്ദേശിക്കുന്നത്. അപ്പം രണ്ടാമത് പറയുന്നത്, സ്വാലിഹീങ്ങളുടെ ലക്ഷണം അവൻ്റെ മുഖത്ത് നിന്നും നീക്കം ചെയ്യപ്പെടും. അവനെ കണ്ടാൽ തന്നെ നമ്മൾ പറയലില്ലേ, ഓനെ കണ്ടാൽ മതി നരകമുണ്ടോ എൻ്റെ മുഖത്ത് തന്നെ. സ്വാലിഹീങ്ങളുടെ ലക്ഷണം ഉണ്ടാവില്ല. ഈ സ്വാലിഹീങ്ങളുടെ ലക്ഷണമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പണ്ഡിതന്മാർ. ചില പറയുന്നത് നിസ്കാരത്തയമ്പ്, ഈ കൈക്കും ഇതൊക്കെ സുജൂദിലൊക്കെ ഇത് വെക്കുന്ന സ്ഥലത്ത് തയമ്പ് വരിക, അങ്ങനെയൊക്കെ കുറേ അടയാളങ്ങൾ പിന്നെ ചില കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുഖത്തൊരു ഈമാൻ്റെ ഒരു സുടത, അത് തന്നെയാണ് സാലിഹ്യങ്ങളുടെ ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത്, അവൻ ചെയ്യുന്ന യാതൊരു അമലുകൾക്കും പ്രതിഫലം ലഭിക്കൂല കേട്ടോ. അവൻ്റെ യാതൊരു അമലുകൾക്കും പ്രതിഫലമില്ല. അവൻ്റെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. സജ്ജനങ്ങളുടെ ദുആയിൽ അവന് യാതൊരു പങ്കും ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, എപ്പോഴും പള്ളിയിൽ നിന്ന് ദുആ ചെയ്യാറുണ്ട് ഉസ്താദൊക്കെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവേ എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമെന്ന് പറയുന്നത് ദുആ ഉണ്ടല്ലോ. അതിൽ നിസ്കാരം ഒഴിവാക്കുന്നവന് യാതൊരു പങ്കുമില്ല.
പിന്നെ മരണസമയത്തുണ്ടാകുന്ന 3 ശിക്ഷകൾ എന്താണെന്നറിയോ? അവൻ നിന്ദ്യനായി മരണപ്പെടും, വിശന്ന് മരിക്കും, മരണസമയത്ത് കഠിനമായ ദാഹമുണ്ടാകും, മുഴുവൻ സമുദ്രത്തിലെ വെള്ളവും കുടിപ്പിക്കപ്പെട്ടാലും ശരി അവൻ്റെ ദാഹം ശമിക്കുകയില്ല. അടുത്ത ഖബറിലുണ്ടാകുന്ന 3 ശിക്ഷകൾ എന്താണെന്നറിയോ? അവൻ്റെ വാരിയെല്ലുകൾ തമ്മിൽ കോർക്കുന്ന വിധത്തിൽ ഖബർ അവനെ ഞെരുക്കുന്നതാണ്. 2 ഖബറിൽ തീ കത്തിക്കപ്പെടുന്നതാണ്. ആ തീയിൽ അവൻ പകൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 3-മത്തേത് ഷുജാഉൽ അക്റ എന്നു പേരുള്ള അതിഭയങ്കരനായ ഒരു പാമ്പിനെ അള്ളാഹു അവൻ്റെ ഖബറിൽ നിശ്ചയിച്ചു കൊടുക്കും. അതിൻ്റെ കണ്ണുകൾ തീ കൊണ്ടുള്ളതും നഖങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ളതും. അത് ഓരോന്നിൻ്റെയും നീളം 1 ദിവസത്തെ വഴിദൂരവുമാണ്. ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടു കൂടി അത് അവനോട് പറയും, എടാ നശിച്ചവനെ, നീ സുബഹി നിസ്കാരം മുടക്കിയതിൻ്റെ പേരിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ, ദുഹർ നിസ്കാരം മുടക്കിയതിൻ്റെ പേരിൽ അസർ വരെ, അസർ നിസ്കാരം മുടക്കിയതിൻ്റെ പേരിൽ മഗ്രിബ് വരെ, മഗ്രിബ് നിസ്കാരം മുടക്കിയതിൻ്റെ പേരിൽ സുബഹി വരെയും ഞാൻ നിന്നെ കൊത്തിക്കൊണ്ടേയിരിക്കുവാൻ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ പാമ്പ് അവനെ ഒന്ന് കൊത്തുമ്പോൾ അവൻ 70 മുഴം ഭൂമിയിൽ താഴുന്നതാണ്. ഖിയാമത്ത് നാൾ വരെയും ഈ രീതിയിൽ അവനെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ഖബറിൽ കിട്ടുന്ന ശിക്ഷ എങ്കിൽ, ഖബറിൽ നിന്ന് യാത്രയാക്കപ്പെട്ട ശേഷമുള്ള 3 ശിക്ഷകൾ കൂടി കേൾക്കണോ? കഠിനമായ ഹിസാബ് വിചാരണയാണ്. 2 രക്ഷിതാവിൻ്റെ കോപമാണ്, അള്ളാഹുവിൻ്റെ കോപമാണ്. 3 നരകത്തിൽ പ്രവേശിക്കപ്പെടും. ഇതെല്ലാം കൂടി 14 എണ്ണമായി. 15-മത്തേത് റിവായത്ത് ചെയ്തവർ മറന്നുപോയിരിക്കാം. എന്നാൽ ഒരു റിവായത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഖിയാമത്ത് നാളിൽ അവൻ്റെ മുഖത്ത് അള്ളാഹുവിൻ്റെ കടമയെ പാഴാക്കിയവനെ, അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവനെ, നീ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിൻ്റെ കടമയെ പാഴാക്കിയതുപോലെ ഇന്ന് നീ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നിരാശനായിക്കൊള്ളുക. ഇപ്രകാരം 3 വരി എഴുതപ്പെട്ടവനായിരിക്കും എന്ന് ഹദീസിൽ കാണുന്നു. ഈ ഹദീസ് പൂർണ്ണമായി പൊതുവായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാനില്ല എങ്കിലും ഇതിൽ ഏതെല്ലാം നന്മകളെക്കുറിച്ചും നമസ്കാരം ഉപേക്ഷിക്കുന്നത് മൂലമുള്ള ശിക്ഷകളെക്കുറിച്ചും പറയപ്പെട്ടിരിക്കുന്നുവോ അതിൽ അധികമെണ്ണത്തിനും ഉപോത്ബലകമായി അനേകം ഹദീസുകളുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഇർഷാദുൽ ഇബാദ് പോലെയുള്ള തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം ഞാൻ തന്നെ മുമ്പ് മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ച് എത്ര വലിയ ശിക്ഷകൾ ഉണ്ടാകുമെന്ന് ആര് തന്നെ പറഞ്ഞാലും അത് അധികമായി പോവുകയില്ല. ഇത്രയും കഠിനമായ ശിക്ഷകൾക്കെല്ലാം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അർഹനാണെങ്കിലും ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, നിശ്ചയമായും അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുന്നതിനെ അവനൊരിക്കലും മാപ്പ് ചെയ്യില്ല. അത് ഒഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുമെന്ന ഖുർആൻ വാക്യത്തിൻ്റെയും അതുപോലുള്ള ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അവൻ മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ഒരു ഹദീസിൽ വരുന്നു, ന്യായവിസ്താര ദിവസം 3 വിധത്തിലുള്ള കോടതികൾ ഉണ്ടായിരിക്കും. ഒന്ന് ഇസ്ലാമിനെ പറ്റിയും കുഫറിനെ പറ്റിയും തീർപ്പ് കൽപ്പിക്കുന്നത്. ഇവിടെ വിട്ടുവീഴ്ചകൾ ഉണ്ടായിരിക്കുന്നതല്ല, സൃഷ്ടികൾ തമ്മിലുള്ള പരസ്പര ബാധ്യത സംബന്ധിച്ചുള്ളത്. അവിടെ ഹക്കിടപാടുകൾ വീട്ടാനുള്ളവർക്ക് വകവെച്ച് കൊടുക്കപ്പെടും. അത് ഒന്നുകിൽ ബാധ്യതപ്പെട്ടവനിൽ നിന്ന് വാങ്ങിക്കൊടുക്കപ്പെടും, അല്ലെങ്കിൽ കിട്ടാനുള്ളവർ മാപ്പ് ചെയ്തു കൊടുക്കുന്ന പക്ഷം അവന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നൽകപ്പെടും. അള്ളാഹുവിനോടുള്ള കടമകളെ സംബന്ധിച്ചുള്ളതാണ്. അവിടെ അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയുടെ വിശാലമായ വാതിൽ തുറക്കപ്പെടുന്നതാണെന്നാൽ നാം ചെയ്യുന്ന പാപകർമ്മങ്ങൾക്ക് അർഹമായ ശിക്ഷ ഈ ഹദീസുകൾ പറയപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്
എങ്കിലും അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം വളരെ ഉന്നതമാണ്. അള്ളാഹു വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ ചാനലിൽ വരുന്ന ഈ കണ്ടൻറ്റുകൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പേരുടെ കഠിനാധ്വാനവും അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫിൻ്റെ സാലറി മുതലായവയൊക്കെ വലിയ ബാധ്യതയാണ്. അത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നടന്നു പോകേണ്ടതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാലോ. അതിന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ ഇതിൽ വരുന്ന പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ളൊരു വരുമാനം കിട്ടുകയും അതുപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നന്മയിൽ മുന്നേറാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.